വിവാദത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് കോടികൾ വാങ്ങിയതിന് സമർപ്പിച്ചത് വ്യാജ ബില്ലുകളെന്ന് ന്യൂസ് മലയാളം അന്വേഷണത്തിൽ കണ്ടെത്തൽ. വാമനപുരം കണിച്ചോട് ഭാഗത്തെ BJP പ്രാദേശിക നേതാവിന്റെ പലചരക്ക് കടയുടെ ബില്ലുകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. കടയിൽ കൊടികൾ വിൽക്കാറില്ലെന്ന് കടയുടമ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൊടിയൊക്കെ നിങ്ങളുടെ പേരിലാണ് പൊടി എന്താണ് ഞാൻ പറയാം 32 GJ 71 20 D1 Z1. ഓക്കെ, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ തരാം. പുള്ളി ഇവിടുത്തെ BJPയുടെ പ്രവർത്തകനാണ്. അദ്ദേഹം ഇനി പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നമ്പർ തരാമോ? ചേട്ടൻ്റെ പേരെന്താ? ഇങ്ങനെ ഈ പൊടി ഇവിടെ നിന്ന് മേടിച്ചായിട്ട് ബില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് വന്നതാണ്. VS അനു വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അനു, ഗുഡ് മോർണിംഗ്. ഒരു രഹസ്യ അന്വേഷണമൊക്കെ നടത്തി വിവാദങ്ങളൊക്കെ മൂടാൻ അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് തടയിടാൻ നേതൃത്വം ശ്രമിക്കുന്നതിനിടയിലാണ് പുതിയ കണ്ടെത്തലുകൾ കൂടി വരുന്നത്. ഗുഡ് മോർണിംഗ് സേതു. യഥാർത്ഥത്തിൽ BJPയിലെ ഈ പറയുന്ന ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സേതു, ഇത് വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൊടികൾ വാങ്ങിയ ഒരു ബില്ലാണ്. വട്ടിയൂർക്കാവ് മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് ഈ പറയുന്ന നിയമസഭാ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി കൊടികൾ വാങ്ങിയതിലാണ്. ഇതിൽ 60x90 അങ്ങനെയുള്ള റേഷ്യോയിലുള്ള 5000 കൊടികൾ വാങ്ങിയതും അതുകൂടാതെ തന്നെ 30x40 റേഷ്യോയിലുള്ള 12500 കൊടികൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം 3,25,000 രൂപ വാങ്ങിയ ഒരു ബില്ലാണ് ഈ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഡേറ്റ് 30/3/2026. AA ഏജൻസീസ് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ പേരിൽ ഇൻവോയ്സ് നമ്പർ പറയുന്നുണ്ട്, GST നമ്പർ പറയുന്നുണ്ട്. അങ്ങനെ അതായത് ഈ തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് ഭാഗത്തെ ഒരു AA ഏജൻസിയിൽ നിന്നാണ് ഈ തരത്തിൽ 3,25,000 രൂപയ്ക്ക് കൊടികൾ വാങ്ങിയതായിട്ടുള്ള ബില്ല് സമർപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്നാണ് നമ്മൾ ഈ GST ബില്ലിലെ നമ്പർ നമ്മൾ ട്രേസ് ചെയ്തും അത് ആരുടെ പേരിലാണ് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ഇവിടെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ദീപ സുദർശൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ലീഗൽ നെയിം ഓഫ് ബിസിനസ്സിൻ്റെ പേരിൽ കാണിക്കുന്നത്. ട്രേഡ് നെയിം AA ഏജൻസീസ് ആണ്. ഇത് 1/7/2017 മുതൽ ആരംഭിച്ച സ്ഥാപനം. മാത്രമല്ല ഇവരുടെ ഒരു നേച്ചർ ഓഫ് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ റീറ്റെയിൽ ബിസിനസ് എന്നാണ് പറയുന്നത്. ഇവരുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ GST നമ്പർ പ്രകാരമുള്ള അഡ്രസ്സ് അന്വേഷിച്ച് പോകുമ്പോഴാണ് ഈ കണിച്ചോട് ഭാഗത്തേക്ക് എത്തുന്നത്. മാത്രമല്ല ഈ GST ക്ലെയിം ഇവർ ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലായും. അതെന്തൊക്കെയാണ്? അതൊന്ന് ക്രൂഡ് ഓയിലാണ്, മറ്റൊന്ന് വീറ്റ് ആൻഡ് മെസ്ലിനാണ്, മറ്റൊന്ന് മിനറൽ വാട്ടറാണ്, മറ്റൊന്ന് കോമൺ സോൾട്ടാണ്, പിന്നെ ഈ പറയുന്ന സീരിയൽ ഫ്ലോസ് ആണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ സാധാരണ ഈ പലചരക്ക് കടകളിലൊക്കെ കൊടുക്കാവുന്ന സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ഏജൻസി അന്വേഷിച്ച് കണിച്ചോട് ഭാഗത്ത് ഇന്നലെ പോവുകയുണ്ടായി. അവിടെ പോയപ്പോൾ അങ്ങനെ ഒരു ബോർഡ് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അവസാനം ഈ പറയുന്ന AA ഏജൻസി എന്ന് പറയുന്ന ഈ GST നമ്പറുള്ള വീട്ടിലേക്ക് നമ്മൾ എത്തുകയും ഒരു കടയാണ്, അതൊരു ചെറിയ ഒരു പ്രാദേശികമായ സ്ഥലത്തെ ഒരു ചെറിയ ഹോൾസെയിൽ കട മാത്രമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല അവിടുത്തെ ഒരു സ്ത്രീയുമായി ഈ പറയുന്ന ഇതിൻ്റെ ഓണർ നൈമുമായി ദീപ എന്ന് പറയുന്ന സ്ത്രീമ സംസാരിച്ചു. ഇവിടെ കൊടികൾ വിൽക്കാറില്ല എന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ആ പ്രദേശം ഇതൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ ഒരു 10-30 ആളുകളോടെങ്കിലും ഇവിടെ കൊടികൾ വിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കൊടികൾ വിൽക്കുന്ന കടകളോ അങ്ങനെ അത്തരം ബിസിനസ് നടക്കുന്ന ഇടങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്നും അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല എന്നുള്ള മറുപടിയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. വലിയ തരത്തിലുള്ള തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ നടന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളും മൊഴികൾ. മാത്രമല്ല ഇതൊരു BJPയുടെ പ്രാദേശിക നേതാവിൻ്റെ കടയാണ്. അവരുടെ ഭാര്യയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതും. ഈ GST ബില്ല് ഈ വ്യാജ ബില്ലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച GST ബില്ല് അവരുടേതാണെന്ന് അവർ കാണാതെ തന്നെ പറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അനു, ശരി. VS അനു ആണ് വിവരങ്ങൾ നൽകിയത്.